നെയ്യപ്പമുണ്ട്, നൂലപ്പമുണ്ട്, ഇഡ്ഡലിയുണ്ട്, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പപ്പടവടയാണ്, പിന്നെ ലഡു. സാധാരണ മഞ്ഞ ലഡു എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് 2 ലഡു, പിന്നെ ജിലേബി. അപ്പോൾ ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഒരു പലഹാരമേള നടത്തണം എന്നിങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആവിയിൽ വേവിച്ച സാധനങ്ങൾ, പിന്നെ പലതരത്തിലുള്ള വറുത്ത സാധനങ്ങൾ, എണ്ണയിൽ ഒരുപാട് വറുത്ത ഐറ്റംസ് വേണ്ടാന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പലഹാരമേള നടത്തുമ്പോൾ പലതരത്തിലുള്ള പലഹാരങ്ങൾ കുട്ടികൾക്ക് പരിചിതമാകണം എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അത്യാവശ്യം കുറച്ച് അവർക്ക് കാണാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡപ്പയിൽ വല്ലതും ആക്കി കൊണ്ടുവരാനാണ് പറഞ്ഞത്. പക്ഷേ ഡപ്പ നമ്മൾ കൊടുത്ത് വിട്ടാൽ തിരിച്ച് ഈ ഡപ്പയൊന്നും കാണില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പേരെഴുതി അതിൻ്റെ അകത്ത് അവളുടെ ഡീറ്റെയിൽസൊക്കെ ഇട്ടു. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പൊതിഞ്ഞ് ഒരു പേപ്പറിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പൊതിഞ്ഞ് നമ്മളതെല്ലാം കൂടെ ആ കവറിലാക്കി കൊടുത്തു. അപ്പോൾ അവൾ കൊണ്ടുവന്ന ഐറ്റംസ് എന്താണെന്നുള്ളത് ടീച്ചറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പലഹാരങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവൾ ഇറങ്ങിയപ്പോൾ ബാഗില്ല. ബാഗ് ഇന്ന് വേണ്ടേ എന്ന് ചോദിക്കരുത്, അവളുടെ ബാഗ് എൻ്റെ കൈവശം തന്നെയുണ്ട്. പിന്നെ ഇത് നമ്മുടെ അയൽക്കാർ കൂടിയാണ്. അതിൽ കല്യാണിയും കാത്തുവും. കല്യാണി മൂത്ത ആൾ എൻ്റെ മൂത്ത മകൻ്റെ കൂടെയും, രണ്ടാമത്തെ ആൾ കാർത്തിക, അവൾ എൻ്റെ മകളുടെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അവർ 4 പേരും കൂടെ ആയിരിക്കും സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ചേർന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാരനെ കിട്ടി. ഇവനാണ് വിഷ്ണു. ഇവൻ 1-ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇതിലെ പോകുമ്പോൾ നമ്മുടെ ഈ കൂട്ടുസെറ്റൊക്കെ ആയിട്ട്, പണ്ട് ഞാനും ഇതുപോലെയായിരുന്നു, കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ നടന്നു പോകുന്ന കണ്ടപ്പോൾ എൻ്റെയും ഒരു പഴയ ബാല്യകാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഞാനും ഇതേ സ്കൂളിൽ ഇതേ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകൾ ഇപ്പോഴും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ വഴി പോകുന്നതെല്ലാം ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. നല്ല വാഴത്തോട്ടമുണ്ട്, അതുപോലെ ഇതുപോലെ നല്ല പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു അമ്പലവും കണ്ടു. ആ അമ്പലങ്ങളൊക്കെയാണ് നമ്മുടെ വഴിയിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതാണ് അവരുടെ സ്കൂള്, ലിറ്റിൽ ഫ്ലവർ LPS. അങ്ങനെ നേരെ നമ്മൾ പലഹാരവുമായിട്ട് സ്കൂളിനകത്തേക്ക് കയറി. അത്യാവശ്യം കുട്ടികളെല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 9 മണിയായി സ്കൂളിലെത്താനായിട്ട്. 9:30-ക്കാണ് ഇവർക്ക് ബെല്ലടിക്കുന്നത്. അങ്ങനെ നേരെ 1-ാം ക്ലാസ്സിൽ അവളെ ടീച്ചറെ ഏൽപ്പിച്ചിട്ട്